പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 11 വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ ഗതാഗത അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പ്രഗതി, PM ഗതിശക്തി, നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി, ഭാരത്മാല, സാഗർമാല, ഉഡാൻ തുടങ്ങിയ പ്രധാന ദേശീയ സംരംഭങ്ങളാണ് ഈ പരിവർത്തനത്തിന് പിന്നിലെ ചാലകശക്തികൾ. ആധുനിക സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട പൊതുഗതാഗതം, സുസ്ഥിര നഗരാസൂത്രണം എന്നിവ ലക്ഷ്യമിട്ട സ്മാർട്ട് സിറ്റി പദ്ധതിയും നഗര അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ ഉത്തേജനമുണ്ടാക്കി. സമഗ്രവും സംയോജിതവുമായ സമീപനത്താൽ നയിക്കപ്പെടുന്ന ഈ പരിവർത്തനം രാജ്യത്തുടനീളം കണക്ടിവിറ്റി വികസിപ്പിക്കുക മാത്രമല്ല, സാമ്പത്തിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ലോജിസ്റ്റിക്സ് ചെലവുകൾ കുറയ്ക്കുകയും സേവന വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നടത്തിയ വൻ നിക്ഷേപങ്ങളുടെ ഫലമായി ഹൈവേകൾ, റെയിൽവേകൾ, സമുദ്ര, സിവിൽ ഏവിയേഷൻ മേഖലകളിലുടനീളമുള്ള രാജ്യത്തിന്റെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനമാണ് സംഭവിച്ചത്. GIS അധിഷ്ഠിത പ്ലാറ്റ്ഫോമിൽ 44 മന്ത്രാലയങ്ങളിലും 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും PM ഗതിശക്തി ഏകീകൃത ആസൂത്രണം നടത്തി. 2021 ആരംഭിച്ച PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലകളിലുടനീളമുള്ള മൾട്ടി മോഡൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സമഗ്ര സംരംഭമാണ്. റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ, ബഹുജന ഗതാഗതം, ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 പ്രധാന മേഖലകളിൽ വികസനത്തെ ഈ സംയോജിത പ്ലാറ്റ്ഫോം പ്രോത്സാഹിപ്പിക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിലെ ദേശീയപാത ശൃംഖലയുടെ നീളം 91,287 കിലോമീറ്ററിൽ നിന്നും 60% വർദ്ധിച്ച് 1,46,204 കിലോമീറ്ററായി. ഹൈവേ നിർമ്മാണ വേഗം പ്രതിദിനം 34 കിലോമീറ്ററായി വർദ്ധിച്ചു. 2013-14 2024-25 ഇടയിൽ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള കേന്ദ്രത്തിന്റെ നിക്ഷേപത്തിൽ 6.4 മടങ്ങ് വർധനയുണ്ടായി. 2014 മുതൽ 2023-24 വരെ റോഡ് ഗതാഗത ഹൈവേ ബജറ്റ് 570% വർദ്ധിച്ചു. 2014 മുതൽ ഇന്ത്യൻ റെയിൽവേയുടെ ബജറ്റ് 9 മടങ്ങിലധികം വർദ്ധിച്ചു. 333 ജില്ലകൾക്കൊപ്പം 24 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന പുതിയ വന്ദേ ഭാരത് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഉയർന്ന നിക്ഷേപത്തെ പ്രതിഫലിപ്പിക്കുന്നു. രാജ്യത്ത് നിലവിൽ 68 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം 400 ലോകോത്തര വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. 2014 മുതൽ 31,000 കിലോമീറ്ററിലധികം പുതിയ ട്രാക്കുകൾ സ്ഥാപിച്ചു. 2014 മുതൽ 45,000 കിലോമീറ്ററിലധികം ട്രാക്കുകൾ പുതുക്കി. 2014-2025 കാലയളവിൽ 45,000 റൂട്ട് കിലോമീറ്ററിലധികം റെയിൽവേ ട്രാക്ക് വൈദ്യുതീകരിച്ചു. ട്രാക്ക് വൈദ്യുതീകരണത്തിലൂടെ 2,960 കോടി രൂപ വാർഷിക ലാഭം റെയിൽവേക്ക് ലഭിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ തുറമുഖ ശേഷി ഇരട്ടിയായി. കപ്പലുകളുടെ മൊത്തത്തിലുള്ള ടേൺ അറൌണ്ട് സമയം 93-ൽ നിന്ന് 49 മണിക്കൂറായി മെച്ചപ്പെട്ടു. തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള വലിയ മുന്നേറ്റത്തിൽ സാഗർമാലയ്ക്ക് കീഴിൽ 277 പദ്ധതികൾ പൂർത്തിയായി. വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് സീപോർട്ട് തുറമുഖ മേഖലയിൽ പൂർത്തീകരിച്ച പ്രധാന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. 2025 മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 8,800 കോടി രൂപയുടെ ഈ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകൾക്ക് സമീപം തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന തുറമുഖത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിയും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവോടെ ഇന്ത്യ വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയ്ക്കാനും കേരളത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ പുതിയ ഡ്രൈഡോക്ക് 1,800 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുണ്ട്. 310 മീറ്റർ നീളവും 13 മീറ്റർ ആഴവുമുണ്ട്. 70,000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനി കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. കൂടാതെ കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര കപ്പൽ നന്നാക്കൽ സൗകര്യവും സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഉൾനാടൻ ജലപാത ചരക്ക് 710% വർദ്ധിച്ചു. ഹാൽദിയ മുതൽ വാരാണസി വരെയുള്ള ദേശീയ ജലപാത 1ന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്
5370 കോടി രൂപയുടെ നിക്ഷേപത്തിനും അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ പ്രധാന ഉൾനാടൻ നേവിഗേഷൻ സംരംഭം ഗംഗാ നദിയിലെ ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ പുതിയ റൂട്ടുകളും പുതിയ വിമാനത്താവളങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുടെ എണ്ണം 2014 74 ആയിരുന്നത് 2025 160 ഉയർന്നു. സേവനം നൽകാത്ത വിമാനത്താവളങ്ങളുടെ പുനരുജ്ജീവനത്തിനും വികസനത്തിനും 4500 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി. കൂടാതെ ഉഡാൻ പദ്ധതി പ്രകാരം 50 വിമാനത്താവളങ്ങൾ, ഹെലിപോർട്ടുകൾ, ജലവിമാനത്താവളങ്ങൾ എന്നിവയുടെ വികസനത്തിനായി 1000 കോടി രൂപ കൂടി ചെലവ് ധനകാര്യ സമിതി അംഗീകരിച്ചു. പ്രാദേശിക റൂട്ടുകളിൽ താങ്ങാനാവുന്ന വിമാനയാത്ര സാധ്യമാക്കുന്നതിനായി 2016 ജൂണിൽ ആരംഭിച്ച ഉഡാൻ പദ്ധതിയിലൂടെ 1.51 കോടിയിലധികം യാത്രക്കാർക്ക് പ്രയോജനം ലഭിച്ചു. നയരൂപീകരണം, സാങ്കേതിക നവീകരണം, വൻതോതിലുള്ള പൊതുനിക്ഷേപം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസന മുന്നേറ്റത്തിനാണ് 2014 മുതൽ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അവസാന മൈൽ കണക്ടിവിറ്റി, മൾട്ടി മോഡൽ സംയോജനം, അടിസ്ഥാന സൗകര്യങ്ങളിലെ കാലാവസ്ഥാ പ്രതിരോധം എന്നീ മേഖലകൾ നിർണായക പങ്കുവഹിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരവുമായ ശക്തികളുടെ പൂർണ്ണശേഷി സാക്ഷാത്കരിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്.